നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയ വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയിൽ നിന്ന് NIAക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന സൂചന. ഭീകരപ്രവർത്തനങ്ങളും അക്രമങ്ങളും നടത്തുന്നതിന് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഫണ്ട് സ്വരൂപിക്കുന്നതിലുമുള്ള പങ്കിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ലഭിച്ചത്. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും NIA വ്യക്തമാക്കി. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മൊയ്തീൻ കുട്ടി ഏതൊക്കെ രീതിയിൽ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നാണ് NIA പറയുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ മാസ്റ്റർ ട്രെയിനറായിരുന്നു മൊയ്തീൻ കുട്ടി എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിനോടകം നടത്തിയ പരിശോധനകളിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രാഥമികമായി ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് വ്യാപകമായി അന്തർ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പരിശോധനയിൽ മൊയ്തീൻ കുട്ടിക്ക് വേണ്ടി വലവിരിച്ചത്. പക്ഷേ അന്ന് ഇയാളെ പിടികൂടാനായില്ല. അങ്ങനെയാണ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും 7 ലക്ഷം രൂപയുടെ പാരിതോഷികം ഇയാളെ കണ്ടെത്തുന്നവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും വിശദമായ അന്വേഷണം സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ടായിരുന്നു. മലപ്പുറം വളാഞ്ചേരി കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇയാൾക്കൊരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായ സമയത്ത് പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് ഇവിടെ നിന്ന് UAE-യിലേക്ക് ഇയാൾ കടന്നത്. പിന്നീട് രഹസ്യമായി UAE-യിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്ന് ഇയാളെ സഹായിച്ചിരുന്ന ചില ആളുകളെക്കുറിച്ചുള്ള സൂചനകൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 10 വർഷത്തിനിടെ 100ഓളം പേർക്ക് ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട് മൊയ്തീൻ കുട്ടി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നത്. എന്തായാലും ഇന്നലെ ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റഡി അപേക്ഷ നൽകി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് NIA ഉള്ളത്. എന്തായാലും ഈ ആയുധ പരിശീലനത്തിന് വേണ്ട ധനസമാഹരണം നടന്നിരുന്നത് എങ്ങനെയാണ്, അതോടൊപ്പം ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് പരിശീലനം നടത്തിയവർ സംസ്ഥാനത്ത് നടന്ന ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വിശദമായി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇയാൾക്ക് വേണ്ടി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. NIA-യുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ മൊയ്തീൻ കുട്ടിയിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും അതിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ സംസ്ഥാനത്തിൻ്റെ പല ഇടങ്ങളിൽ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. സമാന സ്വഭാവത്തിലുള്ള തീവ്ര ആശയങ്ങൾ സമൂഹത്തിൽ പരത്തിയിരുന്ന ചില സംഘടനകളിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2ാം നിരയിലുള്ള നേതാക്കൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെ ഈ സംഘടനകളും അതിൻ്റെ നേതാക്കളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും അടക്കം അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണിപ്പോൾ. ഡാൻ, ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മൊയ്തീൻ കുട്ടി നൽകിയ വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ ഈ ഭീകരപ്രവർത്തനങ്ങളിലൊക്കെ നടത്താൻ വേണ്ടി ആയുധങ്ങൾ സ്വരൂപിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ നിന്ന് തന്നെ ചെയ്തിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവരമാണല്ലോ പങ്കുവെക്കുന്നത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇനിയും കാര്യങ്ങൾ കണ്ണികൾ നീളാനുള്ള സാധ്യതയിലേക്ക് കാണേണ്ടത്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമുക്കറിയാം. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ തരത്തിൽ ധനസമാഹരണം നടത്തിയ ശേഷം ആ ധനം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹവാല ഇടപാടിലൂടെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഗുരുതരമായ ഒരു കണ്ടെത്തൽ. മാത്രവുമല്ല പല വിങ്ങുകളെ സജ്ജരാക്കിയതിനു ശേഷം റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ ഈ കൊലപ്പെടുത്തേണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടികയിലുള്ള ആളുകളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലും, അതായത് ഒരു സായുധ സംഘം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് പ്രൊഫഷണലായി അത്തരത്തിൽ തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ കണ്ടെത്തിയതായിരുന്നു NIA. അതിന് പ്രധാനമായി പരിശീലനം നൽകിയിരുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മൊയ്തീൻ കുട്ടി എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. കൊച്ചി യൂണിറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മറ്റ് ചില സംഘടനകളിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2ാം നിരയിലുള്ള നേതാക്കൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ നേരത്തെ NIAക്ക് ലഭിക്കുകയും അത്തരത്തിൽ വ്യാപകമായ പരിശോധന നടത്തുകയും ചെയ്തതാണ്. ഈ സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതാക്കന്മാരുടെ പ്രവർത്തന
പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും ഒരു വശത്ത് ഏജൻസികൾ സമാന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ UAE-യിൽ സഹായം ചെയ്ത് നൽകിയത് ഏതെങ്കിലും മലയാളികളാണോ അതോ കേരളത്തിന് പുറത്തു നിന്നുള്ള ആരെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് NIA. ഓക്കെ, എന്താണെങ്കിലും വലിയ കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഏതാണ്ട് 10 വർഷക്കാലം അല്ലെ 10 വർഷത്തോളം സംസ്ഥാനത്തുടനീളം ഇയാൾ ഈ ആയുധ പരിശീലനമൊക്കെ നൽകി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതായത് ഒരു ചെറിയ കാലഘട്ടമല്ല, അതൊരു ചെറിയ കാലയളവല്ല. അത്രമാത്രം ആളുകൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു മാസ്റ്റർ ട്രെയിനർ എന്നുള്ള മട്ടിലേക്ക് ഇയാളെ പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇയാൾ അത്രമാത്രം ഗുരുതരമായിട്ടുള്ള കൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളാണെന്നും ഉറപ്പിക്കാം. അപ്പോൾ ഈ അന്വേഷണം അത് കൂടുതൽ വിപുലീകരിക്കുക അല്ലെങ്കിൽ അത് ഏതൊക്കെ ദിശയിലേക്ക് പോവുക എന്നുള്ള എന്തെങ്കിലും സൂചന NIA വൃത്തങ്ങൾ നൽകുന്നുണ്ടോ? വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാൾ രഹസ്യമായിട്ടാണ് ഈ പരിശീലനങ്ങൾ നൽകിയതും. അതായത് ഈ 100-ലേറെ പേർക്ക് പരിശീലനം പല ഭാഗങ്ങളായിട്ടാണ്, ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ വെച്ച് പരിശീലനം നൽകിയെന്നാണ് പറയുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അങ്ങനെ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നേരത്തെ തന്നെ മൊയ്തീൻ കുട്ടിക്ക് ലഭിച്ചിരുന്നു. അത് കേരളത്തിനകത്ത് നിന്നാണോ അതോ പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വിദഗ്ധരുടെ നേതൃത്വത്തിലാണോ ഈ പരിശീലനം സിദ്ധിച്ചത് ഇയാളെന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇയാൾക്ക് സഹായം ഒരുക്കിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി പരിശോധന തുടരുകയാണ് എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മൊയ്തീൻ കുട്ടിയിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ആയുധ പരിശീലനത്തിന് ഉൾപ്പെടെ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ മൊയ്തീൻ കുട്ടിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. നിരവധി യുവാക്കൾക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് ഇയാൾ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും NIA വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.